നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പൂപ്പത്തിയിൽ കാർ മറിഞ്ഞ് മാളവന സ്വദേശികളായ യുവാക്കൾക്ക് പരിക്ക്. നിയന്ത്രണം തെറ്റിയ കാർ വശത്തുള്ള കോൺക്രീറ്റ് കുറ്റിയിലിടിച്ച് താഴെയുള്ള പറമ്പിലേക്ക് മറിയുകയായിരുന്നു. കാട്ടുകൊമ്പന് മസ്തകത്തിൽ വെടിയേറ്റു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വനം വകുപ്പ്. വെടിയേറ്റ കൊമ്പൻ 3 ദിവസമായി ചാലക്കുടി ഏഴാറ്റുമുഖം പ്ലാന്റേഷനിൽ നിൽപ്പാണെന്നായിരുന്നു വ്യാജ വാർത്ത. ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ പുതുക്കാട് പോലീസ് പിടികൂടി. ആമ്പല്ലൂർ സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള വികാസ്, വെണ്ടോർ സ്വദേശി മാടമ്പി വീട്ടിൽ 21 വയസ്സുള്ള അനക്സ് എന്നിവരാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. പൂപ്പത്തിയിൽ കാർ മറിഞ്ഞ് മാളവന സ്വദേശികളായ യുവാക്കൾക്ക് പരിക്ക്. നിയന്ത്രണം തെറ്റിയ കാർ വശത്തുള്ള കോൺക്രീറ്റ് കുറ്റിയിലിടിച്ച് താഴെയുള്ള പറമ്പിലേക്ക് മറിയുകയായിരുന്നു. 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മാള പൂപ്പത്തിയിൽ പാടത്തേക്ക് കാർ മറിഞ്ഞ് മാളവന സ്വദേശികളായ യുവാക്കൾക്ക് പരിക്ക്. ഇന്നലെ രാത്രി ഏകദേശം 10:30 കൂടിയാണ് അപകടം ഉണ്ടായത്. മാളയിൽ നിന്നും ചായ കുടിച്ച് തിരികെ പോകുന്ന വഴി നിയന്ത്രണം തെറ്റിയ കാർ വശത്തുള്ള കോൺക്രീറ്റ് കുറ്റിയിൽ ഇടിച്ച് പാടത്തേക്ക് മറിയുകയായിരുന്നു. 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 5 യുവാക്കളെ മാളയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും ചെവിയിൽ പരിക്കേറ്റ വിശാഖ് എന്ന യുവാവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടം കണ്ട നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് കാറിനുള്ളിൽ കുടുങ്ങിക്കിടന്ന അഖിലിനെ പുറത്തെത്തിച്ചത്. അഖിലാണ് കാർ ഓടിച്ചിരുന്നത്. ഗോപകുമാർ, ഗോഡ്വിൻ, അഖിൽ പോളി, ആദർശ്, വിഷ്ണു, വൈശാഖ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. മീഡിയ ടൈം, മാള. കാട്ടുകൊമ്പന് മസ്തകത്തിൽ വെടിയേറ്റു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വനം വകുപ്പ്. വെടിയേറ്റ കൊമ്പൻ 3 ദിവസമായി ചാലക്കുടി ഏഴാറ്റുമുഖം പ്ലാന്റേഷനിൽ നിൽപ്പാണെന്നായിരുന്നു വ്യാജ വാർത്ത. വനം വകുപ്പ് സ്ഥലത്തെത്തി നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് വാർത്ത വ്യാജമാണെന്നറിഞ്ഞത്. വാർത്ത പ്രചരിച്ചതോടെ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PV അജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണത്തിനെത്തി. അളഗപ്പ നഗർ NTC മില്ലിന് പുറകിലെ ആൾതാമസമില്ലാതെ തകർന്നു കിടക്കുന്ന ടെക്സ്റ്റൈൽ ക്വാർട്ടേഴ്സിനുള്ളിൽ നിന്ന് ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ പുതുക്കാട് പോലീസ് പിടികൂടി. ആമ്പല്ലൂർ സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള വികാസ്, വെണ്ടോർ സ്വദേശി മാടമ്പി വീട്ടിൽ 21 വയസ്സുള്ള അനക്സ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 5 ഗ്രാം ഹാഷിഷ് ഓയിൽ പോലീസ് പിടികൂടി. കാട് മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. പോലീസിനെ കണ്ട് പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പകിട്ടിലും മേളപ്പെരുമയിലും കുരുമ്പമ്മയുടെ 2ാം താലപ്പൊലി. ശ്രീ കുരുമ്പക്കാവിലേക്ക് ഒഴുകിയെത്തിയ 10,000ങ്ങളിൽ ആവേശവും ആഹ്ലാദവും നിറച്ച് 2ാം താലപ്പൊലിയുടെ ഉത്സവമേളം ആകാശത്തോളം ഉയർന്നു. 3ാം താലപ്പൊലി നാളായ വ്യാഴാഴ്ച കുരുമ്പമ്മയുടെ നടയിൽ ഗുരുതി പൂജയും രാത്രിയിൽ എടവിലങ്ങ് 18-ആളം കോവിലകത്ത് നിന്ന് രാത്രി എഴുന്നള്ളിപ്പും നടക്കും. തെക്കേ നടയിലെ ശ്രീ കുരുമ്പമ്മയുടെ നടയിൽ നിന്ന് ഭഗവതിയുടെ സ്വർണ്ണക്കോലമേന്തിയ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഇടവും വലവുമായി മറ്റു 2 ഗജവീരന്മാരും ക്ഷേത്രത്തിലേക്ക് നടന്നു നീങ്ങിയതോടെ ശ്രീ കുരുമ്പക്കാവിൽ 2ാം താലപ്പൊലിയുടെ ആരവമുയർന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ നടന്ന എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം അകമ്പടിയായി. പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്ന് 3 ഗജവീരന്മാർ കൂടി ചേർന്ന് 5 ആനകളോടെയാണ് കിഴക്കേ നടയിലെ ഗജമണ്ഡപത്തിലെത്തിയത്. തുടർന്ന് 9 ആനകളോടെ ക്ഷേത്രത്തിന് അഭിമുഖമായി എഴുന്നള്ളിപ്പിന് നിരക്കുകയും വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജയും പരിവാരങ്ങളും ചേർന്ന് എഴുന്നള്ളിപ്പിനെ ക്ഷേത്രത്തിലേക്ക് എതിരേൽക്കുകയും ചെയ്തു. 3ാം താലപ്പൊലി നാളായ വ്യാഴാഴ്ച കുരുമ്പമ്മയുടെ നടയിൽ ഗുരുതി പൂജയും രാത്രിയിൽ എടവിലങ്ങ് 18-ആളം കോവിലകത്ത് നിന്ന് രാത്രി എഴുന്നള്ളിപ്പും നടക്കും.
വർഷത്തിൽ ഒരു ദിവസം മാത്രം കുരുമ്പമ്മയുടെ നടയിൽ നടക്കുന്ന ഗുരുതി പൂജ രാത്രി 9 മണിയോടെയാണ് നടക്കുക. സന്ധ്യയോടെ 18-ാളം കോവിലകത്തെത്തുന്ന അടികൾമാർ പത്മമിട്ട് കളമൊരുക്കി പൂജകൾ നടത്തിയാണ് ഒരാനയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. എഴുന്നള്ളിപ്പ് ലോകമലേശ്വരം ഉണ്ണിപ്പറമ്പത്തുപടിയിലെത്തുമ്പോൾ മേളം നിർത്തി കോലമിറക്കി പൂജ നടത്തും. ഉണ്ണിപ്പറമ്പത്തുപടി കടന്ന ശേഷം മേളത്തോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പ് വടക്കേ നടയിലെ വില്ലേജ് ഓഫീസ് പരിസരത്തെത്തുമ്പോൾ മറ്റാനകൾ അണിനിരന്ന് പുലർച്ചെയോടെ ക്ഷേത്രത്തിലെത്തി സമാപിക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കേരള കോൺഗ്രസ് ബി പറവൂർ നിയോജക മണ്ഡലം പുനർസംഘടനാ ആലോചനാ യോഗം നടന്നു. യോഗത്തിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ രാഘവൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജി പ്രേംജിത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സംസ്ഥാന നേതാക്കളായ സിജു കുര്യൻ, മനോജ് നാൽപ്പാടൻ, അശോക് കുമാർ, ചാക്കോ മാർഷൽ എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലോത്സവം നടത്തി. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന കലോത്സവം വി.ആർ. സുനിൽകുമാർ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അവരെല്ലാം തന്നെ ഉന്നതമായിട്ടുള്ള മേഖലകളിലേക്ക് കലാപരമായിട്ട് വളർത്തിയെടുക്കുന്നതിനും സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടുന്നതിനും വേണ്ടിയാണ് നമ്മൾ അംഗൻവാടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സ്വഭാവ രൂപീകരണം നടക്കുന്നത് അംഗൻവാടിയിൽ വെച്ചാണ്. അവരുടെ കഴിവുകളെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയുന്നത് അത്തരം വേദികളിലൂടെ തന്നെയാണ്. അതിന് ആത്മമായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രോത്സാഹനങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നിലും നിങ്ങളിലുമൊക്കെ തന്നെ നിക്ഷിപ്തമായിട്ടുള്ളത്. അത് ഏറ്റവും ചിട്ടയോടുകൂടി തന്നെ ഇവിടെ മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കളുടെ കലോത്സവം ഏറ്റവും നല്ല രീതിയിലാക്കിയെടുക്കുന്നതിനും അവരുടെ കഴിവുകളെ ഏറ്റവും ഉന്നതമായിട്ട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ശ്രമമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. ടി.പി. രവീന്ദ്രൻ, സിനി ബെന്നി, നബീസത്ത് ജലീൽ, കെ.വി. രഘു, അമ്പിളി സജീവ്, സാബു പോൾ, ജോർജ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു. പ്രധാന വാർത്തകൾ. പൂപ്പത്തിയിൽ കാർ മറിഞ്ഞ് മാളവന സ്വദേശികളായ യുവാക്കൾക്ക് പരിക്ക്. നിയന്ത്രണം തെറ്റിയ കാർ വശത്തുള്ള കോൺക്രീറ്റ് കുറ്റിയിലിടിച്ച് താഴെയുള്ള പറമ്പിലേക്ക് മറിയുകയായിരുന്നു. കാട്ടുകൊമ്പനും മസ്തകത്തിൽ വെടിയേറ്റു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വനം വകുപ്പ്. വെടിയേറ്റ കൊമ്പൻ 3 ദിവസമായി ചാലക്കുടി ഏഴാറ്റുമുഖം പ്ലാന്റേഷനിൽ നിൽപ്പാണെന്നായിരുന്നു വ്യാജ വാർത്ത. ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ പുതുക്കാട് പോലീസ് പിടികൂടി. ആമ്പല്ലൂർ സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള വികാസ്, വെണ്ടൂർ സ്വദേശി മാടമ്പി വീട്ടിൽ 21 വയസ്സുള്ള അനക്സ് എന്നിവരാണ് പിടിയിലായത്. പഞ്ചായത്തിലാകെ 30 അംഗൻവാടികളാണ്. 31ാമത്തെ രംഗം കൂടി വിളിക്കുന്നത്. ഈ 30 അംഗൻവാടികളിൽ 20. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.